അമ്മേ എന്താ കണക്ക് കൂട്ടണേ? ഒന്നുമില്ല. ഇതെന്താ ഈ കയ്യിലിരിക്കണേ? അല്ല, ഞാൻ കനകന്റെ ജാതകം ഒന്ന് നോക്കുമായിരുന്നു. അതിന് ഇപ്പൊ കനകേട്ടന്റെ ജാതകം ഏട്ടനെ വേറെ കെട്ടിക്കാനുള്ള പരിപാടിയാണോ? പിന്നെന്താ? അല്ല, അവന്റെ ജാതകത്തിൽ 40 വയസ്സ് കഴിഞ്ഞ അവന്റെ രാജയോഗമാണെന്നാ പറയുന്നത്. പക്ഷെ ഇപ്പൊ 40 വയസ്സും കഴിഞ്ഞ് 4 മാസമായി. അതിന്റെ ആരംഭം ഒന്നും കാണേണ്ടതുമില്ല ഇതുവരെയായിട്ട്. ജാതകത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടോ? ആ, എന്നിട്ട് രാജയോഗത്തിന്റെ ലക്ഷണമൊന്നും ഇല്ലല്ലോ. അതല്ലേ ഞാനും ഇങ്ങനെ നോക്കുന്നത്. എന്റെ പൊന്നമ്മേ, അമ്മ ഇങ്ങനെ അതിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്ന രാജയോഗം വരുമോ? അത് സമയമാകുമ്പോ തന്നെ വന്നോളും. എന്താണ് അമ്മയും മോളും കൂടി ഭയങ്കര ചർച്ച? അതെ, കനകേട്ടന് ഇപ്പൊ രാജയോഗാന്ന്. ആ രാജയോഗം വന്നില്ലല്ലോ, അതിന്റെ ടെൻഷനാ അമ്മയ്ക്ക്. ആണോ? രാജയോഗമാണോ? പിന്നെന്താ അത് വരാത്തത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. കുറുവന്തോടി ഉണ്ണികൃഷ്ണൻ എഴുതിയ ജാതകമാണ്. പക്ഷെ അതിന് മാറ്റം ഉണ്ടാകാൻ വഴിയില്ല. അയാൾ പറഞ്ഞാലും പ്രവർത്തിച്ചാലും അച്ചിട്ടതുപോലെയാ. അമ്മേ, മറ്റേ എടി കുറുവാന്തോടി ഉണ്ണികൃഷ്ണൻ, ഈ കുറുവാന്തോടി ഉണ്ണികൃഷ്ണൻ എഴുതുന്ന ജാതകം ഉണ്ടല്ലോ, പച്ചലയും കത്രിയും പോലെയാണ്. ഒരു വ്യത്യാസമില്ല. പറഞ്ഞതാണ്. എന്നിട്ട് എന്താ? അതാണ് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യാമേ, ഈ ജാതകം കൊണ്ടുപോയി ആ ഉണ്ണികൃഷ്ണൻ പണിക്കർ ഒന്ന് കാണിച്ചാലോ? എവളെന്തോ നീ പറയുന്നത്? എടി അങ്ങേര് മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞില്ല. ഞാനോ അത് ഓർത്തില്ല. എന്തോർത്തില്ല അമ്മേ? ഞാനൊരു ഐഡിയ പറയാം. വേണ്ട, അവള് പറയട്ടെടി. വേണ്ട, ഒരു മണ്ടത്തരം ഉടനെ കേൾക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റില്ല. നീ പറയണേ, ഇത് ഭയങ്കര ബുദ്ധിയായിരിക്കും അമ്മേ. ഈ ജാതകം എഴുതിയ ജോത്സ്യൻ തന്നെ വേണമെന്നില്ലല്ലോ. ഏതെങ്കിലും ഒരു ജോത്സ്യനെ കൊണ്ടുപോയിട്ട് നമുക്ക് കാണിക്കാം. എന്റെ നാത്തൂനെ ഈ ജാതകത്തിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ? ഇപ്പൊ ഏട്ടന് തന്നെ രാജയോഗം വരാൻ താമസിക്കുന്ന എന്തെങ്കിലും ചെറിയ തടസ്സം ഉണ്ടാവും. അപ്പൊ അത് വല്ല പൂജയോ അർച്ചനയോ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആ തടസ്സം അങ്ങ് നീങ്ങും. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ജോത്സ്യനെ പോയി കാണാം. ഏതെങ്കിലും ജോത്സ്യനെ കണ്ടാൽ ശരിയാവത്തില്ല. നല്ലൊരു ജോത്സ്യൻ തന്നെ വേണം. അതെനിക്ക് വിട്ടേക്ക്. ഞാൻ പറയാം ഒരാളെ. നമ്മുടെ അമ്മാവിന്റെ വീട്ടിലോട്ട് തിരിയുമ്പോ ബസ് സ്റ്റോപ്പില്ലേ, അതിന്റെ ഓപ്പോസിറ്റ് ഒരു ജോത്സ്യനില്ലേ, വെള്ള ബോർഡ് വെച്ചേക്കണത്? ബ്രഹ്മശ്രീ സുധീന്ദ്രൻ ജോത്സ്യൻ, സുധീരൻ ജോത്സ്യൻ. അത് തന്നെ. അയാളെ പോയി കാണാം. ഗംഭീരനായാള്. അതെങ്ങനെ നാത്തൂനെ അറിയണ ഗംഭീരനാന്ന്? അയാളുടെ വീട്ടുമുറ്റത്തെ തിരക്ക് കണ്ട് അറിഞ്ഞൂടെ അയാൾ മിടുക്കനാന്നുള്ളത്? അമ്മേ, അയാള് മതി. എന്നാ അത് മതി അമ്മേ. എന്നാ വേഗം പോയി റെഡിയാവും. പിന്നെപ്പോഴാ മോളെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നത്തേക്ക് വെക്കാൻ പാടില്ല. അപ്പ ചെയ്തോളണം. അപ്പൊ ഞാനും റെഡിയായി വരാം. ഞങ്ങള് പോയപ്പോരെ? എന്താ ഞാൻ കൂടി വന്നാല്? എന്തിനാ നാത്തൂൻ തന്നെ? ഇല്ലെങ്കിൽ 3 പേര് പോണ വഴി നല്ലതാണ്. അമ്മ, എനിക്ക് എന്റെ കാര്യം അറിയാനുണ്ടെന്ന്. എന്ത് കാര്യം? ക്ലീറ്റോന്റെ കാര്യം. എന്റെ പൊന്നുമോളെ, ക്ലീറ്റോയുടെ കാര്യം ജ്യോത്സ്യമല്ല, ദൈവം തമ്പുരാൻ വിചാരിച്ചാലും നടക്കുന്ന കാര്യമല്ല. പിന്നെ എന്തിനാ നമ്മൾ അങ്ങോട്ട് പോണത്? ചുമ്മാ പറഞ്ഞല്ലേ. അതിന് ക്ലീറ്റോ ചേട്ടന് ജാതകം ഉണ്ടോ? ജാതകം ഇല്ലെങ്കിലും എന്റെ അടുത്ത് ക്ലീറ്റോന്റെ ജനനതീയതി സമയമുണ്ട്. അത് മതി അമ്മേ. അയാൾ ഗ്രഹനില വെച്ച് കാര്യങ്ങൾ പറയും. മതിയോ? മതി. എന്നാ പിന്നെ പോയി ഇറങ്ങി വരാൻ പറ. ഇനി അതിനായിട്ട് ഇവിടെ കിടന്ന കാര്യം വിളിക്കൊന്നും വേണ്ട. എന്റെ മോന്റെ ജാതകം. നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറ. നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറയാൻ പറഞ്ഞില്ലേ? എല്ലാരും കൂടെ കിടന്ന് പോകണ്ട, ഒരാൾ പറഞ്ഞാൽ മതി. നീ പറ. എന്നാ ഞാൻ പറയാം. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറ. എന്റെ മോന്റെ ജാതകം ജോത്സ്യരെ. ആരാ ജാതകം എഴുതിയത്? ഒരാൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞില്ലേ? അമ്മ പറ. കുറുവാന്തോടി ഉണ്ണികൃഷ്ണൻ ജോത്സ്യരെ എഴുതിയതാ. എന്നാല് ജാതക വശാലിനകത്ത് ഒരു തെറ്റുണ്ട്. അതെങ്ങനെയാ? ഒരു തെറ്റുണ്ട്. ജോത്സ്യര് ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും ജാതകം എഴുതിയത് കുറുവാന്തോടി ഉണ്ണികൃഷ്ണൻ പണിക്കരാ. ഇതുവരെ അദ്ദേഹത്തിന് ഒരു തെറ്റ് സംഭവിച്ചതായിട്ട് എവിടെയും കേട്ടിട്ടില്ല. പിന്നെ എങ്ങനെ ഇതില് മാത്രം? അദ്ദേഹത്തിന് തെറ്റ് പറ്റത്തില്ലായിരിക്കും. ഇല്ല, അദ്ദേഹം വലിയ കക്ഷിയാണ്. പക്ഷേ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഇതിൽ ഒരു തെറ്റുണ്ട്. മോൻ ജനിച്ച സമയം എപ്പോഴാണ് നമുക്ക് ഓർമ്മയുണ്ടോ? ഉണ്ടല്ലോ. വൃശ്ചിക മാസത്തിലെ ആയില്യം. സമയം പറയുകയാണെങ്കിൽ 12:39. 12:39 വൃശ്ചിക മാസത്തിലെ ആയില്യം. അതാണ്
വൃശ്ചിക മാസത്തിലെ ആയില്യം 4 12 30 വൃശ്ചിക മാസം ജാതകവശാലിൽ പറയുന്നത് ഇപ്പോഴേ ഈ ജാതകക്കാരന് രാജയോഗമാണെന്നാണ്. അതെ. പക്ഷെ ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് രാജയോഗമില്ല, വളരെ മോശം സമയമാണ്. ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് 40 വയസ്സും 4 മാസവും 4 നാഴികയും 43 വിനാഴികയും കഴിയുമ്പോൾ ഈ ജാതകക്കാരൻ സഹോദരനെ കൊല്ലും. അയ്യോ, അവൻ സഹോദരനില്ല. എനിക്കൊരാണും ഒരു പെണ്ണേ ഉള്ളു. എന്നാ കുഴപ്പമില്ല. സഹോദര തുല്യനായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? എന്നാ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. എന്നിരുന്നാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാട്ടോ. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചു. ഞാനും എന്റെ ഭർത്താവും അവിടെയാ താമസിക്കണേ. അവിടെ വെച്ചാൽ എവിടെ? അമ്മയുടെ വീട്ടിൽ, അമ്മയുടെ കൂടെ. അമ്മയുടെ കൂടെ സഹോദരനോടൊപ്പം നിങ്ങളും ഭർത്താവ് കൂടെ താമസിക്കുന്നു. അപ്പൊ ഇതിനകത്ത് കുഴപ്പമുണ്ടല്ലോ. നിങ്ങളുടെ ഭർത്താവ് എന്ന് വെച്ചാൽ ആരാ? ചേട്ടൻ. അതല്ലെന്ന് ചോദിച്ചത്. ഇവരുടെ ഭർത്താവ് ഈ ജാതകക്കാരനും തമ്മിലുള്ള ബന്ധം എന്താണ്? സഹോദരൻ. അളിയൻ എന്ന് വെച്ചാൽ ആരാ? സഹോദരൻ. ജാതകപ്രകാരം ഇയാളിന്റെ സഹോദരനായിട്ട് വരും നിങ്ങളുടെ ഭർത്താവ്. കൃത്യമായിട്ടും കൊന്നിരിക്കും, ഉറപ്പ്. അല്ല ജോത്സ്യർ, ആ സമയമൊക്കെ കഴിഞ്ഞ്. എന്നാൽ വളരെ സൂക്ഷിക്കണം, കൊല്ലും. എന്റെ അങ്ങനത്തെ ആളല്ല. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞത് എന്റെ ക്ലീറ്റോനെ കൊല്ലുവോ? പരിഹാരം അത് നമുക്ക് നോക്കാന്നുള്ളതേ ഉള്ളൂ. പരിഹാരമുണ്ട്. എന്തിനാ നാത്തൂനെ കരയണേ? അതിനിവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇല്ല, സംഭവിക്കും. എന്റെ ക്ലീറ്റോനെ കൊന്നടയും. ഇല്ല, ഒന്നും സംഭവിക്കില്ല. മോള് സമാധാനമായിട്ടിരിക്കും. അമ്മയാ എല്ലാത്തിനും കാരണം. ഏട്ടനെ രാജയോഗം എന്നും പറഞ്ഞ് പോയിട്ട് ഇപ്പൊ കാലയോഗമായി. എന്റെ ഏട്ടനെ കൊലപാതകയാക്കിയപ്പോ സമാധാനമായില്ല. ഞാൻ എന്തോ ഇതെന്നാ വിഷമായിരിക്കുമല്ലേ? പോവാ. ഇന്നത്തെ പിരിവൊക്കെ ഗംഭീരമായിരുന്നു. ബക്കറ്റ് പിരിവെടുക്കാൻ ക്ലീറ്റോയെ പഠിപ്പിക്കല്ലേ കേട്ടോ. ക്ലീറ്റോ കുറെ പിരിച്ചിട്ടുള്ളതാ. ഞാൻ വിളിക്കാം. എന്തമ്മ കാര്യം? എന്തമ്മ? അല്ല, എന്താ കാര്യം എന്ന് പറയേ. അയ്യോ, ഇപ്പൊ ഞാൻ പോണ പാർട്ടി പരിപാടിക്ക് അവിടെ എവിടെയൊക്കെ എനിക്ക് നിന്നെ കൊണ്ട് പോകാൻ പറ്റുമോ? ഓ എന്താ ഇതിപ്പോ മനസ്സിലായി. രാവിലെ ഞാൻ പോയപ്പോ അവളെ സാരി മേടിക്കാതെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. എടി അതിലിപ്പോ ഇനിയാലും പോലെ എനിക്കിങ്ങനെ കരയേണ്ട കാര്യമുണ്ടോ? തങ്കം, നീ ആദ്യം നിന്റെ കരച്ചിലൊന്ന് നിർത്തിക്കേ. അതെ, നിങ്ങളിത് എവിടെ പോ ഒരുങ്ങിയിരിക്കുക? പോകാനിരിക്കുകയല്ല, പോയിട്ട് വന്നിരിക്കുക. എവിടെ? ജോത്സ്യന്റെ അടുത്ത്. അപ്പൊ അതാണ് സംഭവം. ജോത്സ്യനെ കാണാൻ പോയപ്പോ ആ പൊട്ടൻ എന്തോ വിട്ടിത്തരം പറഞ്ഞു തന്നു. അതും കേട്ട് മൂന്നും കൂടെ എവിടെ വന്നിരുന്ന് കരയ്യ. എന്താ അയാള് പറഞ്ഞ? എന്താ പറഞ്ഞ അയാള്? ഒന്ന് പറ ഒച്ച. ഓ അത് ക്ലീറ്റോ ചേട്ടനെ കനകേട്ടൻ കൊല്ലും. എന്റെ ഏട്ടനെ കൊലപാതകയായി നിങ്ങളുടെ കരച്ചിലൊന്ന് നിർത്തിക്കേ. അല്ല, കനക എന്നെ കൊല്ലുന്ന എങ്ങനെ കൊല്ലുമെന്ന് വല്ലതും പറഞ്ഞു? അതെ തങ്ക, നീ ഒന്ന് കരച്ചിൽ നിർത്ത്. എന്തെങ്കിലും പരിഹാരം ഉണ്ടോന്ന് വല്ലതും പറഞ്ഞോ? എന്താ പറഞ്ഞു? അത് കനകേട്ടന്റെ കയ്യിൽ നിന്ന് ക്ലീറ്റോ ചേട്ടൻ ഒരാട്ടി മേടിക്കണം. എന്തിന്? മരണതുല്യമായിട്ടുള്ള ഒരു പ്രകാരം മേടിക്കണം. എന്നാലേ യോഗം മാറുള്ളൂ. അതൊന്നും ശരിയാവത്തില്ല. അതൊന്നും വേണ്ട. പാർട്ടിക്കാരുടെ കയ്യിൽ നിന്ന് എന്തോരം തല്ലു വാങ്ങണം. ഇതൊരു നല്ല കാര്യത്തിന് വേണ്ടിട്ടല്ലേ? നമ്മുടെ ക്ലീറ്റോ
നിങ്ങളൊന്ന് കരയാതിരിക്കോ? ഞാൻ ചോദിച്ചോട്ടെ, വേറെ എന്തെങ്കിലും പ്രതിവിധി ഇല്ലേ? വല്ല പൂജയോ മന്ത്രമോ അതിലൂടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചില്ലേ? കനകന്റെ കൊച്ചച്ഛൻ 54-ാമത്തെ വയസ്സിൽ മരിക്കുമെന്നാണ് ജ്യോത്സ്യം പറഞ്ഞിരുന്നത്. 54 വയസ്സ് കഴിഞ്ഞിട്ടും മരിക്കാതിരുന്നപ്പോൾ മരിക്കൂലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതും ജന്മനാളിൻ്റെ ഒരു മടല് തലയിൽ വീണ് അപ്പൊ തന്നെ മരിച്ചു. അതിപ്പോ ഒന്ന് കരച്ചിൽ നടന്ന മനുഷ്യൻ ഇവിടെ ആകെ ടെൻഷനടിച്ച് നിൽക്കുമ്പോ എവിടെ ചക്ക വീണ ഒരു മുയൽ ചത്തെന്ന് പറഞ്ഞ് എല്ലായിടത്തും അങ്ങനെ സംഭവിക്കുകയൊന്നുമില്ല. ഇതൊന്നും ചുമ്മയാണ്. ഒരടി മേടിക്ക് ക്ലീറ്റോ ചേട്ടാ. ഞാൻ കാലിടിക്കാ ക്ലീറ്റോ, ഒരടി മേടിക്ക് ക്ലീറ്റോ. കണ്ണി കൊള്ളാനുള്ളത് പുരുവത്തും ഉണ്ടെന്ന് വിചാരിച്ചാ പോരെ. നിങ്ങളൊക്കെ പറയണത് ഞാൻ അടി മേടിക്കണമെന്നാ? മേടിക്കണം. പിന്നൊരു കാര്യം, ഈ സംഭവങ്ങളൊന്നും അടിക്കുന്നെന്ന് ഈ ജ്യോത്സ്യ കാര്യങ്ങളൊന്നും കനകൻ അറിയരുതേ. പിന്നെ അവ അറിഞ്ഞ എന്താ കുഴപ്പം? അല്ല, കനകൻ അറിഞ്ഞാൽ ഫലം ഉണ്ടാവത്തില്ല, മരണത്തിലേ അവസാനിക്കൂ. പിന്നെ അടി മേടിക്കോ പറ. ഞാൻ ഈ കരച്ചിൽ നിർത്തും മേടിക്കാം. ഇവിടെ വന്ന് നിൽക്കണ്ട. ഒന്ന് വന്നേ, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ, നിനക്കെന്താ ചെവി കേട്ടൂടെ? ഈ വക തമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നീ അളിയനാണ് മച്ചമ്പിയാണ് ഞാൻ നോക്കൂല, കുത്തി കുടഞ്ഞ എടുത്ത് കളി. എങ്ങനെ അവൻ ചെയ്യാതിരിക്കും? ചെയ്ത എന്താണെന്നറിയാമോ? കനകന്റെ പേരും പറഞ്ഞിട്ട് ഓഫീസിൽ വന്നിട്ട് ബക്കറ്റ് പിരിവെടുത്തേക്കണ് പാർട്ടിയുടെ. ഉള്ളത് തന്നെടാ. കനകന്റെ അളിയനാന്ന് പറഞ്ഞപ്പോ എല്ലാരും പൈസ കൊടുത്തു. ഇപ്പൊ അവനത് വലിയ നാണക്കേടായില്ലേ? എടാ ക്ലീറ്റസ്, നിനക്ക് നാണം ഉണ്ടാ? ഈ തെണ്ടിത്തരം നിനക്ക് നിർത്താൻ പാടില്ലേ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി നീ ഇങ്ങനെ തുടർന്നാല് നിന്റെ മരണം അവന്റെ കൈകൊണ്ടായിരിക്കും. എല്ലാവരും ഇത് തന്നെ പറയണേ, കൊല്ലും കൊല്ലുന്ന്. എന്തിനാ മനുഷ്യ ഇങ്ങനെ തല്ലിയിടുന്ന പണിക്ക് നിക്കണം നിങ്ങള്? ചേട്ടാ ഇപ്പൊ തന്നെ പോയി തല്ലി മേടിക്കേ. അത് വേണോ? നിക്കാതെ ചെന്ന് മേടിക്കാൻ. ഇപ്പോഴാവുമ്പോ അവിടെ ചെന്ന് നിന്നാ മതി. ഏട്ടൻ നല്ലത് തന്നോളൂ, നല്ല ചൂടില്ല. ചെല്ല് ചെല്ല് ക്ലീറ്റോ, കാല് പിടിക്കാൻ ക്ലീറ്റോ, ചെല്ല്. ചെല്ല് അങ്ങോട്ട്. ഈ മോയും പൊടിച്ച് നിക്കാതെ ചെല്ലാനല്ലേ പറഞ്ഞത് ഞാൻ. അതെ, ഞാൻ എന്ത് പറഞ്ഞ് തല്ല് മേടിക്കുന്നു? ഒന്നും മിണ്ടട്ടോ, അവിടെ ചെന്ന് നിന്നാ മതി. ക്ലീറ്റോ, നിങ്ങളെ കാണുമ്പോ തന്നെ അവൻ അടിച്ചോളും. ചെല്ല്. അല്ല, ആരെങ്കിലും ഒരാളും കൂടെ വരും എൻ്റെ കൂടെ? വേണ്ട, ഞാൻ പോവാ. ഭർത്താവെ കാത്തോളണേ. നല്ലത് കിട്ടിയേക്കണേ. മോനെ, നല്ല യുദ്ധത്തിന് കിട്ടത്തക്കൊണ്ട് നിന്നു കൊടുക്കണേ. തമ്പുരാനെ, നല്ലത് കിട്ടിയേക്കണേ. ഞാനാ. എന്താണ് എന്താണ് എൻ്റെ അളിയ, നീ എന്ത് പരിപാടിയാണ് ചെയ്യുന്നത്? എൻ്റെ ഓഫീസിൽ വന്നിട്ട് എൻ്റെ പേരും പറഞ്ഞിട്ട് പണപ്പിരിവ് നടത്തുക എന്ന് പറയുന്നത് വളരെ ചീപ്പല്ലേ? ആണ്. നിനക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോലെ ഞാൻ തരൂല്ലേ? അതെ, ഞാൻ കാണിച്ചത് മോശമായിപ്പോയി. നീ എന്നെ ഒന്ന് തല്ലിക്കും. ഓ, എന്നെ തല്ലാഞ്ഞിട്ടാണ്. അല്ല അളിയ, ഞാൻ കാണിച്ച ഭയങ്കര ഒരു തെണ്ടിത്തരം. അതിൻ്റെ ഓഫീസിലൊന്നും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്ന. അളിയ എന്നെ തല്ലിക്കളിയ. എന്തിനാടാ നിന്നെ തല്ലണത്? നിന്നെ തല്ലിയിട്ട് എന്താ കാര്യം? അല്ല, അളിയൻ്റെ ദേഷ്യം തീരട്ടെ, ഒന്ന് തല്ലിക്കളിയ. എനിക്ക് ദേഷ്യമൊന്നുമില്ല, പോടുന്നു. ഇപ്പൊ തല്ലാൻ നിൽക്കുകയാണ്. എന്നാലും ജമന്തി, ജമന്തി ഒരു ചായ എടുക്ക്. അതെ, ചായ കുടിക്കണതിന് മുമ്പ് ഒന്ന് തല്ലിക്കളിയ. ദേഷ്യം. നീ ഒന്ന് പോയി തരും എൻ്റെ ക്ലീറ്റോ, എനിക്ക് ആകെ തല വരുത്ത് നിൽക്കുകയാണ് ഞാൻ. തല്ലുണ്ടല്ലേ? കിട്ടിയ ലക്ഷണം ഒന്നും കാണുന്നില്ല. എന്താ കിട്ടിയാ? ഇല്ല. എന്താ കിട്ടാഞ്ഞത്? അവൻ അതുപോലെ എന്നോട് ക്ഷമിച്ചു. ഇപ്പോ ക്ഷമ ചോദിക്കാനാണോ ഞാൻ പറഞ്ഞു വിട്ടത്? മേടിക്കാൻ ഞാൻ പറഞ്ഞല്ലേ? ലീജു ചേട്ടാ, എന്താ അടി മേടിക്കാഞ്ഞേ? മേടിക്കാന്ന് ഏട്ടൻ അവിടെ ചായം കുടിച്ചോണ്ടിരിക്കുന്നു. മേടിക്കാനല്ലേ ഞാൻ പറഞ്ഞത്? എല്ലാവർക്കും മേടിക്കുന്നു പറഞ്ഞാൽ ഇത് കടയിൽ വിൽക്കാൻ വെച്ചേക്കുന്ന സാധനം അല്ലല്ലോ.
തല്ലണം, അവനും കൂടെ തോന്നണം നീ എന്നെ തല്ലണമെന്ന്. ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്ക്. അതെ ഏട്ടൻ ഇപ്പൊ ചായ കുടിക്കാതെ ശല്യപ്പെടുത്തി എന്തായാലും ചെല്ല്, ചെല്ല്. ചെല്ല്. എന്താ ഇങ്ങനെ അമാന്തം? എപ്പോഴും എല്ലാവരുടെ കയ്യിൽ നിന്ന് കിട്ടണതല്ലേ ഒരുപാട്. തല്ലിയാലല്ലേ. ചെല്ല് ചെല്ല്. ദൈവമേ, ഈ പ്രാവശ്യം നല്ലത് കിട്ടിയേക്കണേ. എന്റെ നാത്തൂന് ഇതിന് ഒന്നിനും കൊള്ളില്ലല്ലോ. എനിക്കറിയില്ല ഇങ്ങനെ ഒരു ജന്മം. ടിവിയുടെ മുമ്പ് മാറേണ്ട ക്ലീറ്റസ്, ടിവിയുടെ മുമ്പ് മാറുന്നേ. നീ എന്തിനാ ടി വി ഓഫ് ചെയ്തത്? നീ ഇപ്പൊ ഇവിടെ ഇരുന്ന് ടി വി കാണണ്ട. അത് ഞാൻ ടി വി കണ്ടാല് ഈ ടി വി കാണണ്ട, അത്ര തന്നെ. ക്ലീറ്റസ്, ഇത് എൻ്റെ വീട്, എൻ്റെ ടി വി. ഞാൻ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ടി വി കാണും. അത് പറയാൻ നീ ആരാണ്? നിന്റെ വീടാണ്. എൻ്റെ വീടല്ലേ? ആണെങ്കിലേ ഈ വീട്ടിൽ എനിക്ക് എന്തെങ്കിലും അധികാരം ഉണ്ടല്ലോ എനിക്ക് അറിയണം. നീ കളിക്കാൻ നിൽക്കല്ലേ? അത് ആ ടി വി ഓൺ ചെയ്യും. എന്ത് കളിക്കണ? ഞാൻ ടി വി ഓൺ ചെയ്യുന്നുള്ള. ഓൺ ചെയ്യണത് ഓൺ ചെയ്യുന്ന നീ എന്നെ തല്ലണമെങ്കിൽ തല്ലടാ. തല്ലിക്കോടാ, നീ എനക്ക് തല്ലണോടാ. ടി വി ഞാൻ ഓൺ ചെയ്യില്ല. തല്ലടാ എന്നെ നീ. എന്ത് തല്ലിക്കോടാ, ഇന്നടെ തല്ലടാ. നിനക്ക് തല്ലണ്ട തന്നെ. അത് ക്ലീറ്റസ്, നിനക്ക് എന്താ നിനക്ക് പ്രശ്നം? ഞാൻ പുറത്തു നിന്നപ്പോൾ നീ എന്താ പറഞ്ഞ എന്നെ? നീ എന്നെ തല്ലൂന്ന് അല്ലേ? നീ ഓഫീസിൽ വന്ന സമയത്ത് പിന്നെ അതൊന്നും എനിക്ക് തീരെ പിടിച്ചില്ല. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ പെട്ടെന്ന് നിന്നെ കണ്ടപ്പോ എനിക്ക് ദേഷ്യം വന്നു, അത്രേ ഉണ്ടാവുള്ളൂ. ദേഷ്യം വന്നെങ്കിൽ നീ തല്ലിക്കോ എന്നെ. ഇല്ലെന്ന് ഞാൻ നിന്നെ തല്ലിയിട്ടില്ലല്ലോ, പിന്നെന്താ? നീ തല്ലിയില്ലെങ്കിൽ നീ എന്നെ തല്ലടാ, തല്ലി നോക്ക് നീ. നമുക്ക് ടി വി കാണണ്ട, അത്രയല്ലേ ഉള്ളൂ. ഞാൻ ടി വി കാണുന്നില്ല, നിർത്തി. നീ ടി വി കാണണ്ട, നീ എന്നെ തല്ലടാ നീ. എന്തിനാന്ന്? എന്തിനാ? എന്തിനാ? ആണുങ്ങളായ വാക്കിന് വില വേണോടാ. ഒരു കുടിച്ചിട്ടുണ്ടല്ലേ? ഇത് അടിച്ചിട്ടുണ്ടല്ലേ? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കുടിക്കൂടാ. ഞാൻ കുടിക്കും, ഞാൻ കുടിച്ചും മരിക്കും. നീ ഏടാ അത് ചോദിക്കാൻ? ചോദിക്കോടാ, നീ ചോദിക്കോടാ. തല്ലിക്കോടാ എന്നെ, തല്ലടാ എന്നെ. നീ തല്ലടാ എന്നെ. ചായ പൂന്ന് നിനക്കെന്നെ തല്ലണ്ടേ? നീ ഒറ്റയ്ക്ക് അടിച്ചിട്ട് നീ കളിക്കരുത്. നീ തല്ലുന്നുണ്ടോ ഇല്ലയോ? കനക അവസാനമായിട്ട് ചോദിക്കണം, നീ തല്ലുന്നുണ്ടോ ഇല്ലയോ? നീ എന്തിനീ പകലടിച്ചത് ക്ലീറ്റോ? കനക കളിക്കരുത്. നീ ചായയും കുടിക്കണ്ട. ചായ പോയി തറയില് ഓട്ടടാ, നിന്റെ വീട്ടിലെ ചെവറിൽ ഞാൻ ചായ ഒഴിച്ചില്ലേ? നീ തല്ലെന്നെ, തല്ലെന്നെ. എന്താണ് എന്റെ ക്ലീറ്റോ? നീ ഒരു കാര്യം ചെയ്യ്, നീ പോ. നീ പോകെ. ഞാൻ ചായ ഒഴിച്ചിട്ട് നിനക്കെന്നെ തല്ലണ്ടാടാ. കുഴപ്പമില്ല, നീ തല്ലണ്ടേ നിനക്ക്? നീ പോന്ന്. കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാവും. ശരി, ആണോന്ന് പറഞ്ഞ് നടക്കണം. അവിടെ ആണുങ്ങളെ പറഞ്ഞ വാക്കിനൊരു വില വേണം. തല്ലടാ എന്നെ. അവസാനമായിട്ട് ചോദിക്കണം, നീ തല്ലുന്നുണ്ടോ ഇല്ലയോ? തങ്കത്തിനെ വിളിച്ചിട്ട് ഞാൻ കൊണ്ടുപോകാൻ പറയട്ടെ? നിന്നെ കൊണ്ടുപോകാൻ പറയട്ടെ? നീ തല്ലുന്നുണ്ടോ ഇല്ലയോന്ന്? ഞാൻ തല്ല് എന്തിനാ നീ ഇങ്ങനെ തല്ല് ചോദിച്ചു വാങ്ങാൻ നിൽക്കണത്? തല്ലൂന്ന് പറഞ്ഞു. നീ എന്താ അടിച്ചത്? വല്ലാത്തൊരു ഇവനെ കൊണ്ട്. ഒന്നും സംഭവിച്ചില്ല. ഇത്തവണയും ചീറ്റി. ഓ, നിന്നെ കൊണ്ട് അതിനും കഴിയാതെ പോയല്ലോടാ. അല്ല, നിനക്ക് അവന്റെ കൊണ്ട് മരിക്കാനാ യോഗം. വഴി പറഞ്ഞു അതുപോലും മര്യാദക്ക് ചെയ്യാനറിയാൻ പാടാത്ത മനുഷ്യൻ. എന്റെ കൊച്ചിന് അച്ഛനില്ലാതെ നിർത്തേ, എനിക്കൊന്നും സംഭവിക്കില്ല. ക്ലീറ്റ ചേട്ടാ, ഒന്ന് ധൈര്യം ചെല്ല്. ഒരാട്ടി മേടിക്കാൻ പോലും പറ്റൂലേ? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഒരൊറ്റ കൈ പ്രയോഗ. അവൻ്റെ എങ്ങനെ അടി മേടിക്കണമെന്ന് എനിക്കറിയാം. നിങ്ങൾ നോക്കിക്കോ, 5 മിനിറ്റിനുള്ളിൽ അവൻ്റെ നീ അടി മേടിച്ചു. കളിക്കുന്നത്. ഈ ദൈവത്തിന് കണ്ണുമില്ലേ? എത്ര നേരം ആ മനുഷ്യൻ കഷ്ടപ്പെടണം? അവനെ അടിച്ചാലും കടി. എന്താണ് നിന്റെ പ്രശ്നം? എന്നെ പ്രശ്നം അറിയണം അല്ലേ? എന്നെ തല്ലടാ നീ. എന്താ നിനക്ക്? എടാ, ആണാണെങ്കിൽ നീ എന്നെ തല്ലടാ. വട്ടാണടാ, എനിക്ക് പ്രാന്താണടാ. നീ എന്നെ തല്ലടാ. നീ എന്നെ തല്ലിക്കടാ. ആരുടെ അളിയ നിന്റെ? എന്താ കാര്യം പറ. അടി എന്ന് പറയുന്ന ഒന്നിനും പരിഹാരമില്ല. എനിക്ക് എന്റെ ശ്രമ പരീക്ഷിക്കരുത്. തല്ലടാ നീ. കുറച്ചു നേരം സമാധാനപരമായിട്ട് സംസാരിക്കാം, അപ്പൊ എല്ലാം തീരും. എന്താ ഈ കാണിച്ചോണ്ടിരിക്കുന്നത്?
ചേച്ചിയെ ഒന്നൂടെ വന്നേ. എന്താടാ? ആ കനകന്റെ ജാതക സുധീരൻ ജോത്സ്യൻ തന്നാ. ഈ ജാതകത്തിൽ ഒരു പ്രശ്നമില്ല. അയാൾ പഞ്ചാംഗം വെച്ച് നോക്കിയപ്പോ തെറ്റ് പറ്റിയതാന്ന്. ഉണ്ണീഷ്ണ പണിക്കർ എഴുതിയതാ അത്ര ശരി. ആ കനകന്റെ നാളെ ആയില്ലാണ്, പൂയല്ല. ആ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല അത്ര. അത് പൂയെന്ന ആളാണെങ്കിൽ ഇത് ആയില്ലല്ലേ, രാജയോഗ. ഒരു കുഴപ്പമില്ല. വേണ്ട വേണ്ട എന്ന് കേൾക്കുമ്പോ എരന്ന് വായിച്ചോളൂ. അവൻ എന്നെ കൊല്ലുന്നതായിരുന്നു തങ്കം.